തലപതി വിജയ്. തലപതി വിജയ് 2 ദിവസമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ പിടിച്ചിട്ട് കുലുക്കുവാണ്. ആരാധകര് ഒരു രീതിയിലും അടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേണക്കൊരു ഉത്സവ പ്രതീതിയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ചുറ്റും. കാരണം ഇന്നിപ്പം തലപതി ഫാൻസിനെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു സ്പീച്ച് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുനോക്കാം. எல்லாரையும் காணுனதில் ஒருபாடு சந்தோஷங்கள். இந்த பண்டிகை മഹാബലി വരുന്ന ഓണം പോൽ ഈ ദിവസം ഞാൻ സന്തോഷിക്കണം. നന്ദി. அதாவது என்ன சொல்ல வரேன்னா, உங்க ஓணம் பண்டிகையில நீங்க எவ்வளவு சந்தோஷமா இருப்பீங்களோ அதே அளவுக்கு சந்தோஷம் உங்க எல்லாரும் முகத்தையும் பார்க்கும்போது எனக்கு அவ்வளவு சந்தோஷமா இருக்குங்க. எல்லாருக்கும் கோடான கோடி நன்றிகள். தமிழ்நாட்டில் என்னுடைய நண்பிகள் மாதிரி நீங்களும் வேற லெவலுங்க. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും വലിയ ഒരു സന്തോഷം വിജയ് ഫാൻസിന്, കേരളത്തിലെ വിജയ് ഫാൻസിന് എന്താണല്ലേ വേണ്ടത്? വന്നിട്ട് അനിയൻ, അനിയത്തി, അമ്മ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് തലപതി തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തലപതി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ സമയത്ത് ആ ഉണ്ടായ ആൾക്കൂട്ടവും വിജയ് സഞ്ചരിച്ചിരുന്ന ആ ഒരു കാറിന് പറ്റിയ കേടുപാടുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി കുറേമാര് കൊച്ചി, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുത്തിത്തിരിപ്പ് പോസ്റ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ കണ്ടു, ഒരു കൊച്ചി പേജാണ് അത്. AR റഹ്മാൻ കൊച്ചിയിൽ വന്നിട്ട് മെട്രോയിൽ സഞ്ചരിച്ചിട്ടും ഒരു കുഴപ്പവും പറ്റിയില്ല, പക്ഷെ വിജയ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കണ്ടു. AR റഹ്മാൻ ഒരു സ്ഥലത്ത് വരുന്നതും വിജയ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ ഉള്ള ഒരു ആക്ടറാണ് വിജയ് എന്ന് പറയുന്നത്. മറ്റൊരു അന്യഭാഷാ നടനും കേരളത്തിൽ ഇത്രത്തോളം വേരുറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാള്, അതും 10-12 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു വേലായുധം ടൈമിലെങ്ങാണ്ടാണ് ലാസ്റ്റ് കേരളത്തിലേക്ക് വിജയ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും ടൈമിന് ശേഷം ഇത്രയും ഒരു ആരാധക വൃന്ദത്തിലേക്ക് വിജയ് വന്ന് കയറുമ്പോഴത്തേക്കും പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ആരാധകര് വിജയെ കാണാനായിട്ട് തടിച്ചു കൂടും. അപ്പൊ അതിന് വേണ്ട ഫെസിലിറ്റീസും സെക്യൂരിറ്റീസും ഒക്കെ ഒരുക്കേണ്ടിയിരുന്നത് ഇതിന്റെ സംഘാടകരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം അതിന് ഫാൻസിനെയോ നാട്ടുകാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം വിജയ് തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, കോഴിക്കോടാണോ, കണ്ണൂറാണോ, എവിടെ വന്നിറങ്ങിയാലും ഇതേ സിറ്റുവേഷൻ തന്നെ ആയിരിക്കും, എവിടാണെങ്കിലും ഉണ്ടാവുക. ഇനിയിപ്പോ വേണമെങ്കിൽ അങ്കപ്പാറ കണ്ണാന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരംകാര് തന്നെ നമ്മുടെ സണ്ണി ചേച്ചി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു തിരക്കൊക്കെ എടുത്തിട്ട് അങ്ങ് ട്രോളും. സോ എന്തിനാണ് നമ്മൾ കേരളത്തിലുള്ളവര് തന്നെ, അകത്തുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിക്റ്റിന്റെ പേരിലൊക്കെ ചെളിവാരി എറിഞ്ഞ് എന്തിനാണ് വെറുതെ? വിജയ് പോലൊരു നടൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തിരക്കുകൾ ഉണ്ടാകും. അതിന് സെക്യൂരിറ്റീസ് ഒക്കെ ഏർപ്പെടുത്തേണ്ടിയിരുന്നത് അവര് അതേപോലെ കറക്റ്റായിട്ട് ചെയ്യാത്തതിന്റെ ഫലമാണ് അന്ന് അങ്ങനെ ഉണ്ടായത്. സോ സ്വാഭാവികം ആരാധകര് അവരുടെ ഇഷ്ട നടനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നേരിൽ കാണുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിക്കും. അതിങ്ങനെയൊക്കെ ആയി.